ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് ആളുകൾ മാറി തുടങ്ങി എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. മാരമൺ ചിറൈപ്പറമ്പ് സ്കൂളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് കുറച്ചു കഴിഞ്ഞേ പോവുകയുള്ളൂ. വീട് വൃത്തിയാക്കുന്നതിന് മുൻപ് സ്കൂൾ വൃത്തിയാക്കി കൊടുക്കണമെന്നാണ് അവിടെ കഴിഞ്ഞ മേച്ചിറ പ്രദേശത്തുള്ളവരുടെ ആഗ്രഹം. കുറച്ചുപേർ കിടന്നുറങ്ങുന്നതിനാൽ അവർ എഴുന്നേൽക്കുന്നതും കാത്തു നിൽക്കുകയാണ് മേച്ചിറക്കാർ. റാഹിസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാരാമണ്ണ് സമീപത്തുള്ള ചിറയിറമ്പ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ക്യാമ്പിനകത്ത് നിന്ന് കുറേയധികം ആളുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. 2 കുഞ്ഞ് കുട്ടികൾ, പല ആളുകളും ഉറങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. കാരണം നല്ല തണുപ്പാണ്. കുറേ ദിവസമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ കുഞ്ഞു കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നു. അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇതിനപ്പുറത്തൊക്കെ കിച്ചണിൻ്റെ ഭാഗത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള വീട് നഷ്ടപ്പെട്ട ആളുകളാണ്. മുഖ്യമന്ത്രിയും അപ്പോൾ ആഭ്യന്തരമന്ത്രിയൊക്കെ സന്ദർശനം നടത്തിയത് ഈ സ്കൂളിലാണെന്ന് തോന്നുന്നു അല്ലേ? മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ വന്ന സ്കൂൾ. എന്താ ഇപ്പോൾ വെള്ളം ഇറങ്ങിയോ? മൊത്തത്തിൽ വെള്ളം ഇറങ്ങി ആൾക്കാർ റൂമിലോട്ടൊക്കെ പോകാൻ തുടങ്ങുകയാണ്. ക്ലീനിങ് തുടങ്ങണം. ഉച്ചയോടുകൂടി ഇവിടുന്ന് പോകും. സ്കൂളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. പരിസരമെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. അതിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്കൊരു പ്രതിസന്ധി വന്നപ്പം നമ്മൾ കിടന്ന സ്ഥലമാണ്. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കിച്ചൺ ഇവിടെ ആയിരുന്നു. നിങ്ങൾ തന്നെ പാചകം ചെയ്യാൻ തോന്നുന്നു? അല്ല, ഞങ്ങൾ തന്നെയായിരുന്നു. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ മിഞ്ഞാന്ന് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകുന്നു. പിന്നെ ബാക്കി ഇന്നലെ ഉച്ചക്കത്തൊക്കെ ഞങ്ങൾ വെക്കുമായിരുന്നു. സർക്കാർ ഭക്ഷണം ഞങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളെ കൊടുത്തു തന്നു. അതെല്ലാം ഞങ്ങൾ വെച്ച് എല്ലാവരും കഴിക്കുമായിരുന്നു. ഉച്ചയോടുകൂടി പോവാം. ഉച്ചയോടെ ഞങ്ങളെല്ലാം ക്ലീൻ പോയി നോക്കിയോ? എന്താ അവസ്ഥ? പോയി ഒരുമാതിരി ക്ലീൻ ചെയ്യാവുന്നിടത്തോളം ക്ലീൻ ചെയ്ത്. സാധനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമാതിരി കിളതെ ഉള്ളിടത്തൊക്കെ മാറ്റി വെച്ചായിരുന്നു. ബാത്റൂമിൻ്റെ വിഷയമാണ്. ബാത്റൂം അവിടെ വെള്ളം ലെവലാകുമ്പോഴേ ബാത്റൂമിൽ നിന്നെല്ലാം പൊങ്ങി വന്ന് എല്ലാം ആ വെള്ളം കൂടെ പെരയ്ക്കകത്ത് കയറി ആ ഒരവസ്ഥയായിരുന്നു. അത് നല്ലപോലെ ക്ലോറിനേഷനും നല്ലപോലെ ഇത് ചെയ്യാതെ നമുക്ക് അവിടെ കയറി പിള്ളേരെയും കൊണ്ട് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഇന്നോടുകൂടി എല്ലാം ചെയ്ത്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 56 പേരുണ്ടായിരുന്നു. നിങ്ങൾ താമസിക്കുന്ന ഏത് സ്ഥലത്തായിരുന്നു? മേച്ചിറ. സ്വന്തം വീട് മൊത്തം നശിച്ച് നാറാണക്കല്ലായി കിടക്കുകയാണ്. പക്ഷേ അത് വൃത്തിയാക്കണം. അതിനു മുമ്പ് സ്വന്തം വീട് വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര ദിവസം നിന്ന 4-5 ദിവസം നിന്ന സ്കൂൾ ആദ്യം വൃത്തിയാക്കി കൊടുത്തിട്ട് സ്വന്തം വീട് വൃത്തിയാക്കാം. അപ്പോൾ ബാക്കി കുറേ ആളുകൾ ഉറങ്ങുകയാണ്. അവർ കൂടി എഴുന്നേറ്റ ശേഷം ചെയ്യാമെന്ന് ഓർത്ത് ഈ ചേട്ടനൊക്കെ നിൽക്കുകയാണ്. അതാണ് ഒരു അവരുടെ മനസ്സ് എന്ന് പറയാൻ വേണ്ടി എടുത്തു പറഞ്ഞെന്നുള്ള ചേട്ടൻ തന്നെ അത് പറഞ്ഞിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റാഹിസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.